ഹലോ എന്നോടാ പറഞ്ഞ് നിൽക്കാൻ തോന്നിയവർക്കൊക്കെ ഇടിച്ചു കയറാനുള്ള സ്ഥലമല്ല ഇത്. അറിയാം, നല്ലവണ്ണം അറിയാം. എന്നിട്ടാണോ ഞാനിവിടെ കുന്തം വിഴുകിയതുപോലെ നിന്നിട്ട് മൈൻഡ് ചെയ്യാതെ കയറിപ്പോയത്? ഓ, മൈൻഡ് ചെയ്തില്ല, അതാണ് കുഴപ്പമല്ലേ? അതിനെന്താ മൈൻഡ് ചെയ്ത് കളയാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഗുഡ് ഈവനിങ്, ഗുഡ് ബൈ. ഓക്കെ. എടോ എന്നോടാ പറഞ്ഞു അവിടെ നിൽക്കാൻ. നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത്യാവശ്യമായിട്ട് കസ്റ്റംസ് കളക്ടർ ഒന്ന് കാണേണ്ട ആവശ്യം. ഞാൻ ആരാ? തനിക്ക് എന്താ വേണ്ടത്? അതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ മതിയെങ്കിൽ പിന്നെ കസ്റ്റംസ് കളക്ടർ കാണേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയാണ് ഓഫീസ് എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇന്ന് ലീവാ, അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല. അയാളുടെ തൊട്ട് താഴെ ആരെങ്കിലും കാണുമല്ലോ, ഞാൻ അയാളെ കണ്ടോളാം. കാര്യം എന്താണെന്ന് പറയാതെ ആരെയും കാണാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാ കാണാൻ പറ്റുമെന്ന് പിന്നെ ബലം പ്രയോഗിക്കണോ? അയ്യോ, സാർ, സാറാണോ ഇവിടുത്തെ ഡ്യൂട്ടി ഓഫീസർ? ഞാൻ സാറിന് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാനാണ് വന്നത്. ഇൻഫർമേഷനോ? അതെ സാർ, വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ. വാട്ട്? പക്ഷേ അതിനു മുമ്പ് ഇയാളെ ഒന്ന് പുറത്താക്കണം. എന്താടോ സാർ ഇയാള് പുറത്ത്? ഇയാളാരും ഞാൻ നോക്കിക്കോളാം. പോയി ഡ്യൂട്ടി, പ്ലീസ് ഗോ. മിസ്റ്റർ രാജപ്പൻ. രാജപ്പനോ? അല്ല സാർ, ഈ കൂട്ടുകാരൊക്കെ കളിയാക്കി റോജപ്പൻ റോജപ്പൻ എന്ന് വിളിച്ചു അങ്ങനെ ആയിപ്പോയതാ. സോറി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. സാർ, 1 കോടി രൂപയുടെ സ്വർണവും അത് കൊണ്ടുവരുന്ന കള്ളക്കടത്തുകാരന്റെ ഏജന്റിനെയും നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അതിനു മുമ്പ് ഈ ഏർപ്പാടിൽ എനിക്കെന്ത് കിട്ടുമെന്നറിയണം. 1 കോടി രൂപയുടെ സ്വർണം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% കിട്ടും. അതായത് 20 ലക്ഷം രൂപ. ആണല്ലോ. എന്നാ സാറിന്റെ ഫുൾ അഡ്രസ്സിങ് തന്നെ. എന്തിനാ? അഥവാ ഇൻഫർമേഷൻ കൊണ്ട് സാറ് മുങ്ങിയാലും എനിക്ക് തപ്പി പിടിക്കാമല്ലോ. താൻ തരുന്ന ഇൻഫർമേഷൻ സത്യമാണോന്ന് എന്താ ഉറപ്പ്? ഓ, ഡൗട്ട് ഉണ്ടല്ലേ? ഞാൻ വേറെ വല്ല ഓഫീസർമാരെ കണ്ടോളാം. ഐ എം സോറി റോജപ്പൻ, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഇതിനു മുമ്പ് പല ഇൻഫർമേഷൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എന്നെ പാര വെക്കാനുള്ള കള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു. എനിക്ക് പ്രൊമോഷന് പകരം ഡിമോഷൻ ആണ് കിട്ടിയത്. അറിയാമോ മിസ്റ്റർ റോജപ്പൻ, എന്റെ ജൂനിയർ ആയിരുന്ന റഷീദിനെ വരെ സല്യൂട്ട് വെക്കേണ്ട ഗതികേടാണ് എനിക്കിപ്പോ ഉള്ളത്. സാർ പേടിക്കണ്ട, ഞാൻ കള്ളം പറയില്ല. ഇപ്രാവശ്യം സാറിന് പ്രൊമോഷൻ ഉറപ്പാ. ഓക്കെ, എന്നാ താൻ പറ, ആരുടെ കയ്യിലാ സ്വർണം? ദുബായ് ഫ്ലൈറ്റിൽ വരുന്ന ഒരാളുടെ കയ്യിൽ. ഓ മൈ ഗോഡ്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു കഴിഞ്ഞു. കം ഓൺ. സാറേ, സംഗതി വളരെ രഹസ്യമായിരിക്കണം. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ? വാട്ട് പ്രോബ്ലം? എക്സ്ക്യൂസ് മീ, ഈ പെട്ടി ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. ജീവന് വലിയ വിലയുള്ളതാ സാറേ. കള്ളക്കടത്തുകാരെങ്കിലും അറിഞ്ഞ അവന്മാര് വല്ല റോഡിലും വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലും. ഒരുത്തരും വെടിവെക്കില്ല. താൻ ആളാരെന്ന് പറ. ആദ്യത്തെ കൗണ്ടറിന്റെ മുമ്പിൽ മൂന്നാമത് നിൽക്കുന്നവരിൽ ആരുമില്ല. പിന്നെ ഞാനെല്ലാം വിശദമായിട്ട് പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. പിന്നെ ഒഴിച്ചാ പോരെ? ഇപ്പൊ തന്നെ ഒഴിക്കണം. ഇപ്പൊ തന്നെ ഒഴിക്കണോ? വല്ലാത്ത ടെൻഷൻ ഉണ്ട്. എന്നാ വേഗം പോയി ഒഴിച്ചിട്ടോ, എന്റെ കൈ ധരിക്കുന്നു. ഓ, ഗോൾഡ് ഇതിനകത്തുണ്ട്. പുറത്തിറങ്ങിയാലുടൻ ഈ ഗോൾഡ് ഒളിപ്പിക്കാനും നമ്മുടെ ഡ്രസ്സുകൾ മാറ്റാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലിയറൻസ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തു വരാം. നീ വണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അതൊന്നുമല്ല പ്രശ്നം. വെളിയിൽ ഒരു മണക്കൻ കസ്റ്റംസ് ഓഫീസർ നിൽപ്പുണ്ട്. അയാളുടെ കണ്ണ് വെട്ടിച്ച് പുറത്തിറങ്ങുന്ന കാര്യം ഓർക്കുമ്പോഴാ. മൂത്രം ഒഴിച്ചോ? ഇനി ആളാരാന്ന് പറ. കണ്ടയാളെ പല ഡയറക്ഷനിൽ നിന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞാ മതിയല്ലോ എന്ന് വിചാരിച്ച ആള് മാറിപ്പോയാൽ സാറിന്റെ ജോലി പോവില്ലേ? ശരിക്കും നോക്കിയിട്ട് ആളാരെന്ന് പറ. അത് രണ്ടാമത്തെ കൗണ്ടറിൽ നാലാമത് നിൽക്കുന്ന ആള്. ആ വയസ്സനോ? അതെ. രാവിലെ മെനക്കെടുത്ത് ഇറങ്ങിയിരിക്കണോ?
അയാള് തൈരിശാദം കഴിച്ചിട്ട് ദിവസം 5 ആയി കാണും. ആ അപ്പാവിടെ കയ്യിലാണോ സ്വർണം? ഇവിടെയാണ് നിങ്ങൾ കസ്റ്റംസുകാർക്ക് തെറ്റുപറ്റുന്നത്. ഞങ്ങൾ ഇൻഫോർമേഷന് തെറ്റ് പറ്റാത്തത്. സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് വന്നാൽ മാത്രമേ കള്ളക്കടത്തുകാരാവുള്ളൂ സാറേ. തന്നെ എനിക്ക് വിശ്വസിക്കാം. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ഇനി ഞാൻ ഇവിടെ നിന്നാൽ അയാളുടെ ആൾക്കാർ എന്നെ ഐഡന്റിഫൈ ചെയ്യും. അതെനിക്ക് അപകടമാണ്. ഞാൻ പിന്നീട് സാറിനെ കോൺടാക്ട് ചെയ്തോളാം. ഓൾ ദി ബെസ്റ്റ്. Please don't block the way. Right? Excuse me, gentlemen. It's you. Come on. നിന്നെ ആ ടോയ്ലറ്റിനകത്ത് കാണുന്നവരെ എന്റെ ചങ്കിൽ ഇടിത്തിയായിരുന്നു. എടാ ജമാലേ, ഈ റോണി വിൻസെന്റ് ഒരു കാര്യം ഏറ്റതാ. സംഗതിയൊക്കെ ശരി, പക്ഷെ അളിയനൊരു കുഴപ്പം പറ്റി. നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് നിന്റെ വണ്ടിയുടെ നമ്പർ ഒരു പോലീസുകാരൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്യട്ടാ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും സംശയം തോന്നി പിടിച്ച? ആ പാവം മമ്മൂട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഏത് മമ്മൂട്ടി? എടാ, നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് സാക്ഷാൽ ഭരത് മമ്മൂട്ടിയുടെ വണ്ടിയിലാണ്. ആ KCF 369 മമ്മൂട്ടിയുടെ വണ്ടിയുടെ നമ്പറാ. ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കേസുണ്ടെങ്കിൽ മമ്മൂട്ടി തീർത്തോളും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാനൊക്കും. സമ്മതിച്ചറിയാ നിന്നെ. എന്റെ രാവിലത്തെ അഭിനയം ജൂറിമാര് കണ്ടിരുന്നെങ്കിൽ ആദ്യമായ ഒരു ഇന്ത്യക്കാരന് ഓസ്കർ അവാർഡ് കിട്ടിയേനെ. എന്തൊക്കെ ടെക്നിക്കൽ കൂടിയാന്നറിയാവോ ഞാൻ ടോയ്ലറ്റിനകത്ത് കിടന്നത്. എന്റെ മരിച്ചുപോയ തന്ത വിൻസെന്റ് ചേട്ടൻ എനിക്ക് ഓമനിച്ചിട്ട പേര് വരെ മാറ്റേണ്ടി വന്നു. റോജപ്പൻ എന്ന്. അല്ല, നീ കാണിച്ചു കൊടുത്ത ആ പട്ടരുടെ ഗതി എന്താണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അതറിഞ്ഞൂടെ? ഇല്ല. അതോ ഗതി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ തനിക്കുള്ള, ഇല്ലെങ്കിൽ എല്ലു പോലും ബാക്കി വെച്ചേക്കില്ല. ഈ പാവത്തിന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇക്കാര്യത്തിൽ മറ്റാരും ഇടപെടണ്ട. മിസ്റ്റർ അരുൺദാസൻ, ഞാൻ നിങ്ങളുടെ സീനിയർ ഓഫീസറാണ്. മിസ്റ്റർ റഷീദ്, അതിനു മുമ്പ് നിങ്ങൾ എന്റെ ജൂനിയർ ആയിരുന്നു. അത് പണ്ട്. ഇപ്പോൾ തന്റെ സീനിയർ ഓഫീസറാണ് ഞാൻ. ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ ജൂനിയർ ഓഫീസറായ ഞാൻ സ്മാർട്ട് ആവുന്നതിൽ തനിക്ക് കണ്ണുകടി ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു കണ്ണുകടിയും ഇല്ല. ഈ പാവത്തിനെ ഉപദ്രവിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറയുകയായിരുന്നു. കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ആ, സംഭവിക്കും. നിക്കടോ അവിടെ, പോകാൻ വരട്ടെ. എനിക്ക് സംശയം തോന്നിയ പലരെയും സാർ ഇതിനു മുമ്പും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരിക്കൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ MPയെ ഞാൻ അബദ്ധത്തിലേറി പിടിച്ചപ്പോ സാർ വലിഞ്ഞളഞ്ഞു. അത് മനഃപൂർവ്വം എനിക്കിട്ടൊരു പാരയായിരുന്നു. ഫലം എന്തായി? എന്റെ ഒരു കോർ ഇവിടുന്ന് തെറിച്ച് അവിടെ കയറി. ഇയാളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടിയിട്ടാണ് ഞാൻ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്നാ ഞാൻ കൂടി ചെക്ക് ചെയ്യാം. വേണ്ട, സഹായിക്കണ്ട. എനിക്ക് പ്രൊമോഷൻ അങ്ങനെ പങ്കുവെക്കാൻ ഉദ്ദേശമില്ല. ഞാൻ ചെന്ന് AC റിപ്പോർട്ട് ചെയ്യും. താൻ ആരുടെ അടുത്തോ റിപ്പോർട്ട് ചെയ്യണോ? ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല. നിന്റെ പാപ്പാനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എക്സ്ക്യൂസ് മീ, ഐ ആം വിശ്വനാഥൻ, വയലാർ വിശ്വനാഥൻ, പടവാൾ പത്രത്തിന്റെ എഡിറ്റർ കം റിപ്പോർട്ടർ കം ഫോട്ടോഗ്രാഫർ, ഓൾ ഇൻ ഓൾ. കുറച്ച് ഹോട്ട് ന്യൂസ് കളക്ട് ചെയ്യാണ്. കസ്റ്റംസ് ഓഫീസർ മിസ്റ്റർ അരവിന്ദാക്ഷൻ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഓക്കെ, പോസ് പ്ലീസ്, ചിരി പോസ്. താങ്ക് യു. ഗുഡ് ബൈ. കാണിക്കുന്നത് നിരപരാധിയായ ഒരു യാത്രക്കാരനെ ആവശ്യമില്ല അദ്ദേഹത്തെയും ചെയ്യുന്നു. ഇൻഫർമേഷൻ കിട്ടി സാർ. എന്ത് ഇൻഫർമേഷൻ? സോറി മിസ്റ്റർ റഷീദ്, അയാളെ പറഞ്ഞേക്കൂ. ഇതെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കും. സാറേ, ഞാനെടുത്ത് വെച്ചോളാം. സാർ, സാർ, ഇത് സാർ. സാർ ഇപ്പോഴെന്ത് പറയുന്നു? സാറന്മാര് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇയാളെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഞാൻ വിഡ്ഢിയാനെ. അങ്ങനെ വിഡ്ഢിയാകാൻ ഈ അരവിന്ദാക്ഷനെ കിട്ടില്ല. അത് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ മുഴുവൻ മനസ്സിലാക്കണം. What a sensational news. I am lucky. Customs officer Arivindachan, sir, എത്രയുണ്ട്? ഇത് ഏകദേശം 1 കോടി രൂപയുടെ സ്വർണ്ണം. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചു. നാളത്തെ പടവാളിന്റെ ഫ്രണ്ട് പേജ് തന്നെ താങ്ങാം. ഒന്ന് സാർ കൊഞ്ചു കൊണ്ട് മാറും. ശരിക്കും എടി പിള്ളാരെ, ദേ അവര് വന്നു.
ഞാൻ പറഞ്ഞില്ലേ എന്റെ പുന്നാരനിയത്തി ഇവിടെ തന്നെ കാണുമെന്ന്. നിന്നെ എപ്പ കെട്ടിയെടുത്തു? കെട്ടിയെടുത്തില്ലെങ്കിൽ എനിക്കല്ലേ റോണിച്ചായ നഷ്ടം. ജമാലിക്ക ഓരോ പ്രാവശ്യം കൊണ്ടുവരുന്ന സാധനങ്ങള് അച്ചായൻ വല്ലയിടത്തും പോയിരുന്ന സ്മോളും വീശി മറന്നിട്ടോണ്ട് പോരും. എന്താണ് ഇവിടെ പറയണേ? ഒന്നുമില്ല ഉമ്മ. കഴിഞ്ഞ പ്രാവശ്യം ഇവൻ റീനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു സാരി ഞാൻ എവിടെയോ മറന്നു വെച്ചു. അതിനെ കുറിച്ച് പറഞ്ഞ കാലം പോന്ന പോക്കെ സ്വന്തം വീട്ടിൽ പോലും ഒരു വെയിറ്റ് വേണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട സ്ഥിതിയാ. എന്ത് ചെയ്യാം? പതിവുള്ള കോട്ട കൊടുത്തേക്കാം. ഇത് റീനയ്ക്ക്, ഇത് നിനക്ക്. രണ്ടും ഒരേ ക്വാളിറ്റിയാണ്, ഒരേ വിലയും. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടും കൂടി തമ്മി തല്ലണ്ട. ആ, ഇത് ഉമ്മയ്ക്ക്. കോഴിക്കറിയുടെ മണം വരുന്നുണ്ടല്ലോ. അയ്യോ ഒന്നും അറിയാം മക്കളെ. ആ, ഇപ്പോഴെങ്ങും വിളമ്പണ്ട. സാവകാശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളമ്പിയാ മതി. ഏതായാലും ഐശ്വര്യമായിട്ട് കൈക്കൂലിയെന്നല്ലേ, ഞങ്ങളും കൂടെ സഹായിക്കാം. ആ ശരി. ഇത് സഹായിക്കാൻ പോകുന്നില്ല. ഇപ്പൊ കൊണ്ടുവന്ന് ഡ്രസ് ഇട്ടു നോക്കാൻ വേണ്ടി പോവുക. ഇവളുമാരെ നമ്മക്ക് അറിഞ്ഞൂടെ? ഓരോ തവണയും വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മയോട് പറയുന്ന സ്ഥിരം വാക്ക ബിസിനസ് സംബന്ധമായ യാത്ര, എക്സ്പോർട്ട്, ഇമ്പോർട്ട്. പാവ ഉമ്മ, എത്ര നാളാ നമ്മളെ ഈ നുണ പറഞ്ഞ് പറ്റിക്കുന്നേ? ഈ കുറുക്ക് വഴി ഉപേക്ഷിച്ച് റോണിയും ജമാലും യഥാർത്ഥത്തിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നത് വരെ ഇത് പറഞ്ഞേ പറ്റൂ. നീ വാ, കോഴിക്കറി നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. പത്മനാഭയ്യരെ സ്വർണവുമായി പിടിച്ചു എന്ന് പറയാനാണോടോ താൻ കസ്റ്റംസിലിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാണ് ബ്രിട്ടു? പട്ടൊരു സ്വർണ്ണമായി വരുന്നുണ്ടെന്ന് അരവിന്ദാക്ഷൻ ആരോ ഇൻഫർമേഷൻ കൊടുത്തു. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടും അവൻ അയാളെ വിട്ടില്ല. വിട്ടില്ല എന്ന് പറയാൻ എളുപ്പമാ. മദ്രാസിലിരിക്കുന്ന കാളിയപ്പാജിയോടെ സമാധാനം പറയേണ്ടത് താനല്ല, ഈ ഞാനാ. അതല്ല ചേട്ടാ, നമ്മൾ ഇത്രയും സീക്രട്ടായിട്ട് പ്ലാൻ ചെയ്ത കാര്യം അതെങ്ങനെ ലീക്ക് ഔട്ടായി? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒറ്റുകൊടുത്തിരിക്കാൻ വഴിയില്ല. ആരായിരുന്നു ഇൻഫോർമർ? അറിയില്ല ബ്രിട്ടു. അറിയില്ല എന്ന് പറയാനല്ല തനിക്ക് മാസാമാസം കിമ്പിള് എണ്ണി തരുന്നത്. കണ്ടുപിടിക്കണം. എനിക്ക് നോ എന്ന ഉത്തരം ഇഷ്ടമല്ല. ഇനിയിപ്പോ പോലീസ് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് ഒരുപാട് റഷീദ്. അതെന്താ? അതല്ല, ആ പട്ടരം വല്ലതും പറഞ്ഞ്. ഏയ്, അരവിന്ദാച്ചൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അയാൾ കമാന്ന് ലക്ഷം പറഞ്ഞില്ല. ഞങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും പുതിയൊരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഒട്ടും ശരിയായില്ല. പട്ടരുടെ ആദ്യത്തെ ഓപ്പറേഷന് അതും ചീറ്റി. ടേക്ക് ഇറ്റ് ഈസി ഡാനി. ഒന്ന് കാണാതെ ബ്രിട്ടോ മറ്റൊന്ന് ചെയ്യില്ല. എന്തായാലും പട്ടര് കസ്റ്റംസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നത് അപകടമാണ്. ഒരു കാര്യം ചെയ്യാം, അങ്ങ് തട്ടിക്കളാ. ആ, അത് കൊള്ളാം. കേസ് അരവിന്ദാക്ഷന്റെ പേരിലായിക്കൊള്ളും. ലോക്കപ്പ് മർദ്ദനം എങ്ങനെ? അത് വേണ്ട. പട്ടര നമുക്ക് ഇനി ആവശ്യമുണ്ട്. ആരെ കൊല്ലണം കൊല്ലണ്ട എന്ന് തീരുമാനിക്കേണ്ടതേ അപ്പാജിയാ. തൽക്കാലം കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി. ഹലോ ഹലോ. അടുത്ത ആഴ്ച വേറെ പരിപാടിയുണ്ട്, അവരെ അറിയിക്കാം. ഓക്കെ ഓക്കെ, ഡൺ. സീ യു. ഓക്കെ, ബൈ ബൈ. സാധനം അലക്സിന്റെ കയ്യിൽ എത്തിക്കുന്നവരെ ടെൻഷനായിരുന്നു. പെൻഷൻ അടിച്ചതിന്റെ ചിക്കിലി കിട്ടിയില്ലടാ. റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്റെ വാപ്പ ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ട്, എന്നിട്ട് എവിടെ രക്ഷപ്പെട്ടത്? കുറച്ചൊക്കെ ഭാഗ്യവും കൂട്ടിലുണ്ടാവണം. ഭാഗ്യം. ഞാൻ വാപ്പയെ പോലൊരു കള്ളക്കടത്തുകാരനാകരുതെന്നായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥന. പാവ ഉമ്മയെ കാണുന്നറിഞ്ഞ ചങ്ക് പൊട്ടിച്ചാവും. എന്റെ പെങ്ങളെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് പിടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച കഴുത്തറക്കുന്ന സ്ത്രീധനമാ ചോദിക്കുന്നേ. ചന്തയിൽ മാടിനെ നിർത്തി വില പേശുന്ന പോലെ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ ഈ പണി ചെയ്യുന്നേ. സ്വന്തം ജീവൻ പണയം വെച്ചുള്ള ഞാനിന്മേൽ കളി. നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരുടെയും ഗതി. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നം. ഇവിടെ ആരും കള്ളക്കടത്തുകാരനായി ജനിക്കുന്നില്ല. സാഹചര്യം അവനെ അങ്ങനെ ആക്കി തീർക്കുന്നു. പെങ്ങന്മാർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒരു ചാൻ വയറിനു വേണ്ടിയും. ആ കുപ്പായം നമ്മളും ധരിച്ചു. അത് ഉപേക്ഷിക്കാൻ കർത്താവ് എപ്പ പറയുന്നുവോ അപ്പ ഞാൻ റെഡി. ആ, നമ്മുടെ കാര്യം വിടറ. ജമീലയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഈ മാർച്ചിൽ 20 തികയും. എന്റെ റീനമോൾക്ക് 19 കഴിയും. അച്ഛനും അമ്മയും കാർ ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം അവളുടെ എല്ലാം ഞാനായിരുന്നു. ജമീലയ്ക്ക് ഞാൻ ഒരു നിക്കാഹ് ആലോചിച്ചിരിക്കുക. ചന്തക്കടവിൽ ഒരു സ്പെയർ പാർട്സ് കടയാ പയ്യന്. എങ്കിലൊരു പ്രൊസീഡ് ചെയ്യാം. ജമീലയുടെയും റീനമോളുടെയും കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാടാ?
ഫ്രീ ബേർഡ്സ് ആകാശത്തിലെ പറവകളെ പോലെ പറന്നു